എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 1 വയസ്സ് മുതൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ബനാന ഓട്സ് പാൻകേക്കിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 5-6 ബദാമും കാഷ്യൂം വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും റോൾഡ് ഓട്സ് കൊടുക്കുന്നതാണ് ഹെൽത്തിന് നല്ലത്. പിന്നെ 1 മുട്ടയും 1 കപ്പ് പാലും കൂടെ വേണം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ആ പഴം ചേർത്ത് കൊടുക്കാം. ഈ പഴത്തിന് പകരം ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. കുതിർത്തി വെച്ചിരിക്കുന്ന നട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി ഇതിലേക്ക് ആ ഓട്സ് എടുത്ത അളവിൽ തന്നെ 1 കപ്പ് പശുമ്പാൽ ചേർത്ത് കൊടുക്കാം. സോയ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ ഓട്സ് മിൽക്ക് ആയാലും ചേർക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ പാനാണെങ്കിൽ ഒരു 3-4 എണ്ണം ഒരുമിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3-4 മിനിറ്റിനുള്ളിൽ അതിൻ്റെ മുകൾ ഭാഗം കുക്കായിട്ട് വന്നോളും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ പാൻ കേക്ക് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ സൂക്ഷിച്ച് തിരിച്ചിട്ടില്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അടുത്ത ബാച്ച് പാൻ കേക്കും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പാൻ കേക്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പാൻ കേക്ക് കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.